എക്സ്ക്യൂസ് മീ, ഡു യു സ്പീക്ക് കന്നഡ? ഗൈസ്, നമുക്ക് വേണമെങ്കിൽ ഇതൊരു സൂയിസൈഡ് സ്പോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അതിനുള്ള മുതലൊക്കെ ഉണ്ട് ഇവിടെ. ഓ എൻ്റെ പൊന്നു, ആ താഴെ കൂടെ പോകുന്ന കേട്ടോ നമ്മുടെ ഹൈവേ തുംകൂർ. യു ഗൈസ് ആർ ഫ്രം? യു ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ ബാംഗ്ലൂർ? അടിയിലൂടെ പോകണമെന്ന് തോന്നുന്നു. ഹലോ ഗായ്സ്, സോ അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സെൻറ്റ് ജോൺ സിഗ്നലിലാണ് കേട്ടുള്ളത്. സോ ഐ വിഷ് യു എ വെരി ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഇറ്റ്സ് മീ യുവർ ഹണി ലൂസർ. അപ്പം ഞാൻ ഇന്ന് പോകുന്നത് നിജാഗൽപേട്ടയിലേക്കാണ് കേട്ടോ. ഓക്കെ, നമുക്കിവിടെ സിഗ്നൽ ആയിട്ടുണ്ട്. ഞാനവിടെ വണ്ടി നിർത്തണമെന്ന് വിചാരിച്ചു. ഓക്കെ, സോ അപ്പം ഞാനിന്ന് പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിജാഗൽപേട്ടയിലേക്കാണ്. സോ ഇറ്റ്സ് മൈ ന്യൂ ഇയർ ട്രിപ്പ്. ഞാൻ ഇന്നലെ അങ്ങനെ പാർട്ടി കാര്യങ്ങൾക്കൊന്നും പോയിട്ടില്ല, കാരണം എനിക്ക് രാവിലെ ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ പോയിട്ടില്ല. സോ ഹിയർ ഈസ് യുവർ റൈഡ്. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് കറക്റ്റ് 6 o'clock ആണ്. ഇപ്പോൾ സമയം 6:28 എത്തി. ഇത്രയും നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഒന്നാമത് ഈ സമയത്ത് സ്റ്റാർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെ നോക്കിയാലും എനിക്ക് രാത്രി ഉറക്കാൻ പറ്റത്തില്ല. സോ ഞാൻ ഇനിയും കുറച്ചുകൂടി നേരം വൈകിട്ടാണ് ഞാൻ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടയർഡായിരിക്കും. സോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് ഡേ ട്രിപ്പ് എല്ലാം പോകുന്ന സമയത്ത് ഈ ഒരു സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. യശ്വന്ത്പൂർ എത്തിയേക്കും കേട്ടോ. സോ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ എനിക്ക് തുംകൂർ ഹൈവേ കിട്ടും. പിന്നെ എനിക്ക് ഒരൊറ്റ റോഡാണ് കേട്ടോ. ഇതിനിടയ്ക്ക് എനിക്ക് ചെറുതായിട്ട് റോഡൊന്ന് തെറ്റി. MG റോഡിൽ നിന്ന് മാറി കഴിഞ്ഞോടത്ത് എനിക്ക് കുറച്ച് ഒന്ന് ഡിലേ ആയി, മാപ്പ് ഒന്ന് ഡിലേ ആയി. സോ എനിക്ക് വഴിയൊന്ന് തെറ്റിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഒരു 4 കിലോമീറ്റർ കറങ്ങിയിട്ടാണ് കേട്ടോ ഈ റോഡിലേക്ക് എത്തിയത്. അപ്പം ഞാൻ തുംകൂർ ഹൈവേ, അതായത് ഇത് ശരിക്കും തുംകൂർ ഹൈവേ അല്ല, ഇത് ശരിക്കും മുംബൈ മാംഗ്ലൂർ ഹൈവേ ആണ് കേട്ടോ. സോ അതിലേക്ക് ഞാൻ കയറി കേട്ടോ. ഇനി നമുക്ക് ഇവിടുന്ന് വേറെ 44 കിലോമീറ്റർ ഉള്ളൂ. എനിക്ക് ആവശ്യത്തിന് സമയമുണ്ട്, അധികം ലൈറ്റും വന്നിട്ടില്ല. സോ ഐ എം ഇൻ സേഫ് സോൺ. സോ ഞാൻ കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു കടയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിർത്തി ചെറിയ ചായയൊക്കെ കുടിച്ച്, കാരണം എനിക്ക് അധികം സ്പീഡിൽ പോകാൻ പറ്റില്ല, നല്ല തണുപ്പുണ്ട്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, എനിക്ക് നല്ല രീതിയിൽ കോൾഡ് ഉണ്ട്. സോ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ന്യൂ ഇയർ എല്ലാം ആഘോഷിച്ച് വിചാരിക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഐ എം ഹാപ്പി ഫോർ ദാറ്റ്. നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നത്. സോ ഇറ്റ്സ് എ ന്യൂ ഇയർ, ന്യൂ വീക്ക്, ന്യൂ മന്ത്. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി എ ന്യൂ ചാപ്റ്റർ. ശരിക്കും 7 മണിയായിട്ടോ, പക്ഷെ നല്ല തണുപ്പുണ്ട്, നല്ല കോടയുണ്ട്, നല്ല മറ്റേ ഒരു സൂചി കുത്തുന്ന വേദന എന്ന് പറയില്ലേ, അതേപോലെയാണ് കേട്ടോ ഉള്ളത്. ബട്ട് ഇറ്റ്സ് എ ന്യൂ ഡേ. ഞാൻ പറഞ്ഞതുപോലെ എന്തൊരു ഹാപ്പി ന്യൂ ഇയർ ആണ്. ബൈക്കാർ അതിൽ കൂടെ എടുക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സീ, ഇതിൽ കൂടെ തന്നെയാണെന്ന് തോന്നുന്നത്. ആരും കുഴപ്പമൊന്നും പറയുന്നില്ല. അവിടെ ഡ്രൈവ് സേഫ്ലി, ഹാപ്പിയാണ്. ഓക്കെ, നോ ഇഷ്യൂസ്, ഹാപ്പി ട്രിപ്പ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടോൾ റോഡ് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചായയും കാര്യങ്ങളൊക്കെ കിട്ടും. സോ ഞാൻ ഈ മാപ്പിൽ വെച്ച് നോക്കിയ കണക്ക് വെച്ച പ്രകാരം ഒരു 15 കിലോമീറ്ററാണ്. ഞാൻ ബാംഗ്ലൂർ ടൗണിൽ നിന്ന് യശ്വന്ത്പൂറിന് ഞാൻ ഈ റോഡ് കയറിയിട്ട് ഒരു 15 കിലോമീറ്ററോളം ഞാൻ ആ ഒരു ടോൾ റോഡിനുള്ളിൽ തന്നെയായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ബൈക്കേഴ്സിന് റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഇനി ഇവിടുന്ന് എനിക്ക് ആകെ 18 കിലോമീറ്റർ കൂടി എടുത്തു. അപ്പോൾ സമയം 7:30 ഞാൻ പറഞ്ഞ അതിലേക്ക് കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല കേട്ടോ. അപ്പോൾ നല്ല പൂരി ഉണ്ട്. അതിൻ്റെ കൂടെ പിന്നെ ഞാൻ ഒരു പ്ലേറ്റ് പൂരി കേട്ടോ പറഞ്ഞത്. അതിൻ്റെ കൂടെ എനിക്ക് ഒരു ഇതിൻ്റെ പേരെന്താ, ഞങ്ങളവിടെയൊക്കെ മറ്റേ എന്താ ബജിമുളക് എന്നാട്ടോ പറയാം, ആ ഒരു സാധനമുണ്ട്. അതേപോലെ 3 പൂരി, പിന്നെ മമ്പയറല്ലേ, മമ്പയറിൻ്റെ കറി ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാം കൂടെ 40 രൂപയാണ്. ഇതൊരു സ്ട്രീറ്റ് ഫുഡാണ് കേട്ടോ. ഓക്കെ, സോ ഇനി ഇവിടുന്ന് എനിക്ക് 18 കിലോമീറ്ററും കൂടിയാണുള്ളത്. ഞാൻ കുറച്ച് നേരത്തെ ആണോ എന്നൊരു തോന്നല്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇറങ്ങി നിന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് ഒന്ന് ചൂടാക്കിയിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഞാനപ്പോൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നല്ല ഇളം വെയിലൊക്കെ വന്നാൽ നല്ല അടിപൊളിയായിട്ടോ. പക്ഷെ നല്ല തണുപ്പുണ്ട്. ഞാൻ പോകുന്നത് ആ മലയുടെ മുകളിലേക്കാണ് കേട്ടോ. ഇത് ഇവിടുന്ന് നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട്, എനിക്ക് നല്ല ക്ലിയറായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൽ ഞാൻ വൈഡ് ആംഗിളിൽ ഇട്ടതുകൊണ്ടല്ലേ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല, കാരണം നല്ല കോടയെല്ലാം വന്നിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് എടുക്കണം കേട്ടോ. ഈ ലെഫ്റ്റ്. അയ്യോ, ഇത് ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ. അയ്യോ, ഇതെന്തുവാ? ഇതിന് മുകളിൽ കൂടെ റെയിൽപാളം പോകുന്നുണ്ട്. അയ്യേ, വെള്ളം. ഓക്കെ,
മാപ്പ് കാണിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ദൂരം കൂടെ. ബൈക്ക് വിൽ ഗോ. ഓക്കെ, ബൈക്ക് പോകുന്ന കേട്ടോ പറയുന്നത്. താങ്ക്സ്. ഓഹോ, ഇവിടെ ഭയങ്കര പൂടിയാട്ടോ. ഓക്കെ, ബൈക്ക് പോകുന്ന പറയുന്നത്. അവിടുന്ന് കുറേ ബൈക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നൊക്കെ ഉണ്ട് കേട്ടോ. സൈഡ് ഗ്ലാസ് ഉള്ളതുകൊണ്ടല്ലേ. ഓക്കെ, എഴുന്നേറ്റ് നിന്ന് എത്രത്തോളം കിട്ടുമെന്ന് അറിയത്തില്ല. കാരണം എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഓൾറെഡി ഫോക്സിൽ പോയതാണ്. സോ എഴുന്നേറ്റ് നിന്നാൽ എനിക്ക് സുഖമായിട്ട് എന്താക്കാം, വണ്ടിക്ക് വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ മുകളിലേക്ക് എത്തി കിട്ടും. ഓക്കെ, ദാറ്റ്സ് വൈ ഞാൻ എഴുന്നേറ്റ് നിന്നത്. പിന്നെ ഫോക്സിൽ ഓൾറെഡി പോയതാണ്. ഞാൻ അതിൻ്റേതായിട്ടുള്ള യാതൊരു കൺസേൺസും കൊടുക്കാതെ ആയിട്ടോ കയറി പോകുന്നത്. ഓക്കെ, ഇവിടം വരെ വണ്ടി പോവുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. ഇവിടെ നിൽക്കാം. ചായ ഇവിടെ നിൽക്കട്ടെ. നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ബൈക്കാണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യാം. ഇവിടെയൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ മുകളിലേക്കാണ്. എൻ്റെ ബൈക്ക് ഞാൻ ഇവിടെ നിർത്തി കേട്ടോ. ഞാൻ എൻ്റെ സെറ്ററിൽ ഒരു കൈ പിടിച്ച് ഇനി ഇതിൻ്റെ മുകളിലേക്കാട്ടോ പോകുന്നത്. അല്ല, പക്ഷെ എല്ലാവരും താഴെ നിർത്തിക്കൊണ്ട് ഞാനും അവിടെ നിർത്തിയിട്ടൊന്ന് പോകുന്നതാണ്. ഇതുവരെ ഇപ്പം ഞാൻ കയറി വന്ന ഭാഗങ്ങളൊക്കെ ബൈക്ക് കൊണ്ട് നമുക്ക് വരാവുന്നുള്ളൂ. പിന്നെ ഇവിടെ സാധാരണ നമ്മൾ എല്ലായിടത്തും പോകുന്നത് പോലെ ടിക്കറ്റിംഗ് ഇല്ല, അതേപോലെ പാർക്കിങ്ങിന് പൈസ ഒന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ അങ്ങനെ ലോക്കൽസ് ആരുമില്ല കേട്ടോ. അവിടെ കുറച്ച് പേര് ടെൻ്റെല്ലാം അടിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. സോ കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. അവരുടെ പ്രൈവസി ഇൻ്റർഫിയർ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങോട്ട് പോയില്ല. ഇവിടെ നമുക്ക് ചെറിയൊരു ഗേറ്റ് വേ എല്ലാം ഉണ്ട് കേട്ടോ. എനിക്ക് കോഫ് ഉള്ളതുകൊണ്ടല്ലേ അധികം സംസാരിക്കുമ്പോൾ ചുമയ്ക്കാൻ വരും. അയ്യോ. സോ ഇവിടെ കണ്ടോ ഒരു ചെറിയ ഗേറ്റ് വേ എല്ലാം. ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സോ ലെറ്റ്സ് സീ. അലൗഡ് ആണെങ്കിൽ മാത്രം ഞാൻ കയറും. ഓക്കെ, ഓക്കെ. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഈ ടേണിങ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ടെമ്പിളാണ് കേട്ടോ. ഓക്കെ, അവിടെ കണ്ടോ കുറച്ച് എന്താ പറയുക, ഹിസ്റ്റോറിക്കൽ ആൻഷ്യൻ ബിൽഡിങ്സ് എല്ലാം കാണാൻ പറ്റും അവിടെ പാറ കൊണ്ടുണ്ടാക്കിയ. സോ ഇതാണ് കേട്ടോ നമ്മുടെ ടെമ്പിള്. ഇതിന് മേലെ പോകാൻ പറ്റത്തില്ല. ഇവിടെ കാടുകളാട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ആ സ്റ്റെപ്പ് അവിടെ ആട്ടോ നമ്മളെ ടെമ്പിളല്ലേ. ഞാൻ ആ സ്റ്റെപ്പെല്ലാം ഇറങ്ങി വന്ന് ഇതിലൂടെ വന്ന് നമ്മൾ മുകളിലേക്ക് പോകുന്ന കേട്ടോ. അവിടെ ഒരു വലിയ പാറ, ഇവിടെ ഒരു വലിയ പാറ, ഇവിടെ ഒരു വലിയ പാറ. ഇതിനിടയിൽ കുറച്ച് ആൻഷ്യൻ ബിൽഡിങ്സ്, കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ആൻഷ്യൻ ബിൽഡിങ്സ്, ഇതൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഒരു അട്രാക്ഷൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ കുഡ്ഗാലിപ്പെട്ട് പോയപ്പോൾ ഉള്ളതുപോലെയല്ല. അല്ലെങ്കിൽ ഓക്കെ, ഭീമനപേട്ട പോയപ്പോൾ ഉണ്ടായിരുന്നു ഇതേപോലത്തെ വലിയ വലിയ പാറകൾ. പക്ഷേ അതിന് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ പോലെ അടുത്തടുത്ത് ഇതേപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. സോ ഇവിടെ കണ്ടില്ലേ കല്ലുകൾ കൊണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കണ്ടില്ലേ. ഇതൊക്കെ ഇവിടെ വന്നിട്ട് ആൾക്കാർ ഉണ്ടാക്കി വെച്ചാണോ അല്ലെ ഇത് അന്ന് തൊട്ടിട്ട് ഇങ്ങനെ ഉള്ളതാണോ അറിയത്തില്ല. അന്ന് തൊട്ടിട്ടുള്ള കാരണം അന്ന് തൊട്ടിട്ട് ഉണ്ടായിരിക്കാൻ ചാൻസ് ഇല്ല. കാരണം കാറ്റൊക്കെ അടിച്ച് കഴിഞ്ഞാൽ വീഴേണ്ടതാണ് ഇതെല്ലാം. ഓക്കെ, സോ ഇനി ഇവിടുന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ
മുകളിലേക്ക് എത്തട്ടെ. കൂടുതലും മലയാളീസാട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. ഞാൻ ആരുടെ വർത്തമാനം പറയാനും നിന്നില്ല. നമുക്ക് ഇതിൽ കൂടിയും പോവാം, ഇതിലൂടെയും പോവാം. 2 ട്രാക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, ആ സൈഡിൽ നിന്നല്ലേ മറ്റേ ശംഖ് ഊതുന്ന സൗണ്ട് കേൾക്കാട്ടെ എനിക്ക്. പണ്ടത്തെ ഋഷിമാരൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. കാരണം ഗുഹകളൊക്കെ അങ്ങനെയാണുള്ളത്. ആൻഷ്യൻ്റ് ബിൽഡിങ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ഇവിടെ നല്ല സൂക്ഷിക്കണം കേട്ടോ. കാരണം എൻ്റെ ഷൂ ചെറിയ സ്ലിപ്പറുണ്ട്. സോ ഇവിടെ നല്ല താഴേക്ക് വീണ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ ചിലപ്പോൾ ഇഞ്ചുറീസും കാര്യങ്ങളും ചിലപ്പോൾ ജീവൻ തന്നെ പോകാൻ മതി കേട്ടോ. ഓക്കെ, സോ അവിടെ ഇങ്ങനെ ഒരു പാറ, അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ചെറിയ ടെമ്പിൾ, അവിടെ നിന്ന് ഇങ്ങനെ നമുക്കൊരു നടപ്പാത ഉണ്ട് കേട്ടോ, ഒരു ട്രാക്ക്. അവിടെ ഇങ്ങനെയെല്ലാം കുറേ പാറകളുണ്ട്. അതിന് മുകളിലേക്കൊന്നും കയറാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു. അതിലൂടെ അങ്ങോട്ടേക്കൊരു ട്രാക്ക് ഉണ്ട്. അവിടെയൊക്കെ അങ്ങനെ ആൾക്കാർ നിൽക്കുന്ന കാണാം കേട്ടോ. അവിടെ അങ്ങനെ ഒരു ദർഗയുണ്ട്, ദർഗയാണെന്ന് തോന്നുന്നത്. സോ ഞാൻ പറഞ്ഞ ആൻഷ്യൻ ബിൽഡിങ്സ് കാര്യങ്ങളെല്ലാം ഉള്ളത് അവിടെയാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ അങ്ങോട്ടേക്ക് എങ്ങനെ പോകാൻ അറിയത്തില്ല. ഇനി ഞാൻ നേരെ പോകുന്ന മുകളിലേക്കാണ്. മുകളിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യും, നല്ല താഴേക്ക് ഇറങ്ങിയിട്ട് അവിടെ പോകും കേട്ടോ. അങ്ങനെ അപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് സീ. കുത്തനെയുള്ള കയറ്റാട്ടോ, പക്ഷെ നമുക്കിവിടെ കട്ട്സ് ഉള്ളതുകൊണ്ട് കയറി പോകാൻ ഈസിയാണ്. എന്നാലും അത്യാവശ്യം സ്റ്റാമിന വേണം കേട്ടോ. സ്റ്റാമിന ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കയറി പോകാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് കയറി പോകുന്നതിനിടയിൽ നമുക്ക് ഇരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കണ്ടില്ലേ, ഭയങ്കര കുത്തനെയുള്ള കയറ്റമാണ്. ഓക്കെ, പിന്നെ നമുക്ക് പിടിച്ച് കയറാൻ കൈവരികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓ ദാറ്റ്സ് നൈസ്. ഇവിടെ ഇങ്ങനെ നല്ല അടിപൊളി ഒരു മരം ഉണ്ട് കേട്ടോ. ഇത് പുളിമരമാണ് കേട്ടോ, പുളിമരം. ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടെമ്പിളുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് പൂജ നടക്കുന്നുണ്ട്. സോ ആ കവർ ചെയ്യാനുള്ള പെർമിഷൻ അവരെനിക്ക് തന്നു കേട്ടോ. ഇതാണ്. ഓക്കെ, ഗുഡ്. പിന്നെ നമുക്കിതിലൂടെ ഇങ്ങനെ കുരങ്ങൻ ഒരു സീനാണ്. ഓക്കെ, ഇതിനുള്ളിൽ കൂടെ പോയി നോക്കാം. ഓക്കെ, ഇതിനുള്ളിലൂടെ വന്നു കഴിഞ്ഞാൽ പക്ഷെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഇവിടെ നിന്ന് എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. എക്സ്ക്യൂസ് മീ, ഡു യു സ്പീക്ക് കന്നഡ? Can you check with them how to go up? Thanks. Okay guys, ഞാൻ അടിയിലൂടെ പോകണം തോന്നുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ ചുവട്ടിലൂടെ ആട്ടോ വന്നേ. ഓക്കെ, ക്യാൻ വി ഗോ അപ്പ്? ഓക്കെ, ഷൂ സ്ലിപ്പർ ആയതുകൊണ്ടല്ലേ. സോറി ബ്രോ, എന്താക്കണം, ഷൂ ഒരു കൈ പിടിക്കണം. ഓക്കെ ഓക്കെ, ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ കട്ട്സ് കാണുന്നു, ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കട്ട്സ്. ഇതിൽ ചവിട്ടിയിട്ട് നമുക്ക് മുകളിലേക്ക് കയറാം കേട്ടോ. ചെരുപ്പ് ഉപയോഗിക്കേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഭയങ്കര ഒരു ഭീകരതയുണ്ട്. കാര്യം സ്ലിപ്പായി വീണ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ,
നമ്മളങ്ങനെ മുകളിലെത്തിയിട്ടോ. നമ്മൾ അതിൻ്റെ മുകളിലേക്കാട്ടോ പോകുന്നത്. ഗൈസ് നമുക്ക് വേണമെങ്കിൽ ഇതൊരു സൂയിസൈഡ് സ്പോട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അതിനുള്ള മുതലൊക്കെ ഉണ്ട് ഇവിടെ. ഓ എൻ്റെ പൊന്നു, ആ താഴെ കൂടെ പോകുന്ന കേട്ടോ നമ്മുടെ ഹൈവേ, തുംകൂർ ഹൈവേ. ആ സൈഡിലോട്ടാട്ടോ തുംകൂർ. ഓക്കെ, സോ അങ്ങനെയാണ് ഇതിൻ്റെ ഭൂമിശാസ്ത്രം. ഓക്കെ, എൻ്റെ ഷൂ ഞാൻ അടച്ചിട്ട് വന്നത്. ഇവിടെ കുരങ്ങന്മാരെല്ലാം ഭയങ്കര കൂടുതലാട്ടോ ഗൈസ്. ഞാനല്ലേ ഇപ്പോൾ ഇതിൻ്റെ ഒരു പാർഷ്യലി പകുതി എത്തി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ആ സൈഡും കൂടി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ വന്നപ്പോൾ കുറച്ച് പിള്ളേരെല്ലാം കണ്ടു കേട്ടോ. സോ യു ഗൈസ് ആർ ഫ്രം യു ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ ബാംഗ്ലൂർ? Okay, what's your name? Ashish. Kea. Varun. And you? What happened to your hand? What happened? Bike accident? Bike accident. Just be careful. What's your name? Vikram. Okay. My name is Shafin. So you can find me in Insta and YouTube, Honey Loser. Okay? It's happy to see you all. ബൈ ബൈ. ഇനി കുറച്ചുകൂടി മുകളിലേക്ക് പോകാൻ പറഞ്ഞത് നമുക്ക് അവിടെ ആട്ടോ, ആ സൈഡിൽ. ഇവിടെ എല്ലാം നമുക്ക് താഴെ നമുക്ക് റെയിൽവേ പാളമുണ്ട്. അതേപോലെ ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലെ തുംകൂർ ഹൈവേ ഉണ്ട്. തുംകൂറല്ല, മുംബൈ പൂനെ ഹൈവേ ഉണ്ട്. ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് ബിൽഡിങ്സ് എല്ലാം കാണാൻ പറ്റും. സോ ഇറ്റ്സ് സോ നൈസ് ടു ബീങ് ഹിയർ. ഓക്കെ, സോ ബാംഗ്ലൂരിൽ നിന്ന് ഭയങ്കര ഒരു ഷോർട്ട് റൈഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ഷോർട്ട് റൈഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ, അവിടെ എങ്ങനെ പോകാമെന്നറിയത്തില്ല. സോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഓക്കെ, എനിക്ക് ഭയങ്കര ഷോർട്ട് റൈഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത്. ആകെ ഒരു 60 കിലോമീറ്റർ ഉള്ളൂ, 1.5 hour മാക്സിമം. ഓക്കെ, സോ ഇവിടെ ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്, ഇഷ്ടിക കൊണ്ടാട്ടോ ഉണ്ടാക്കിയത്. ഇതെല്ലാം കല്ലാണ് കേട്ടോ. ഓക്കെ, ഇവിടെ ആൾക്കാരുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് ഇനി മുകളിലേക്കില്ല. നമുക്ക് ഇതാക്കുന്ന ഈ സൈഡ്, അതായത് ഞാൻ ഫസ്റ്റ് ഒരു ലെഫ്റ്റ് എടുത്ത് തിരിഞ്ഞില്ലേ, അത് ഇതിൻ്റെ താഴെയാണ് കേട്ടോ. ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പാറകളെല്ലാം കാണാൻ പറ്റും. ഇറ്റ്സ് നൈസ്. ഓക്കെ, ഞാൻ നേരത്തെ കാണിച്ചു തന്ന ഒരു ആൻഷ്യൻ ബിൽഡിങ്സ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞില്ല താഴെ, അത് ഈ സൈഡിലായിട്ടോ വരുന്നത്. ഇറ്റ്സ് ഗുഡ്. ഹായ്, വാട്ട്സ് യുവർ നെയിം? Saif Ali Khan. And you? Ahmed. I'm Shafin from Kerala. You guys are from? You from Kerala? No, I am from Kerala. Nice. You came all the way from Kerala? No, I work in Bangalore. Weekend Bangalore worker. I works in Oscote. It's a healthcare company, Oscote. Tar works. So it's nice to see you. ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഒരു എന്താ പറയുക, റൗണ്ട് ഒരു സർക്കിൾ പോലെയാണ്. നമുക്ക് ഇതിനിടയിൽ നമുക്ക് കുറേ പാറകളെല്ലാം കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയ ചെറിയ ബിൽഡിങ്സ് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ബിൽഡിങ്സ് എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ചെറിയ കെട്ടിടങ്ങൾ. ഓക്കെ, സോ അതെല്ലാം കാണാൻ പറ്റും. സോ ഇതാണ് കേട്ടോ ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്.